എന്റെ പൊന്ന ആൻ്റപ്പ, കഴിഞ്ഞ പള്ളിപ്പെരുന്നാളിന് നീ അടിയുണ്ടാക്കിയപ്പോൾ പറഞ്ഞ തന്നെ എനിക്ക് ഇപ്പോഴും പറയാനുള്ളൂ. ഗുണ്ടായിസവും തല്ലുണ്ടാക്കലൊക്കെ കർത്താവിന് നിരക്കാത്ത കാര്യങ്ങളാണ്, പ്രത്യേകിച്ച് ദേവാലയം പോലൊരു സ്ഥലത്ത്. ദേവാലയം കൈകാര്യ കച്ചവടക്കാരെയും പലിശക്കാരെയും കർത്താവ് ചാട്ടവാറ കൊണ്ട് തലയോടിയല്ലോ, തല്ലിയല്ലേ അച്ചോ പുറത്താക്കിയത്. അതെ, കർത്താവ് ഇതേ ഞങ്ങളും ചെയ്തിട്ടുള്ളൂ. കർത്താവ് ഇതേ തെറ്റാണെങ്കിൽ ഞങ്ങൾ ഇതും തെറ്റാണ്. പറ, കർത്താവ് ഇത് തെറ്റാണോ? കർത്താവ് ഇത് തെറ്റാണോ? കർത്താവ് ചെയ്തത് തെറ്റാണോ? കണ്ട ആന്റപ്പേട്ടന്റെയും സിന്റപ്പന്റെയും ബൈബിളിലുള്ള അപാരമായ പാണ്ഡിത്യം കേട്ട് അച്ഛന് വരെ ഉത്തരം മുട്ടിപ്പോയി. കണ്ട പിണങ്ങി പോലെ. ഇതെന്താണെന്ന് അറിയാമോ? ഇതാണ് ബൈബിള്. ഇതിലെ ബൈബിൾ വചനത്തിന്റെ ഏതെങ്കിലും 4 വരി നിങ്ങൾ ആരെങ്കിലും തെറ്റാതെ പറഞ്ഞാൽ ഈ അടിപ്രശ്നം ഞാൻ ഇവിടെ തീർത്തു തരാം. അച്ചോ പറ. ഇവനത് പറയോ? ഇവന്മാരിത് പറഞ്ഞില്ലെങ്കിൽ ഇവന്മാരെ ഇടവകയെന്ന് മാത്രമല്ല പള്ളിയിൽ നിന്നും കൂടെ അച്ഛൻ പുറത്താക്കണം. ചെങ്കടലിൽ നീ എന്ന് പാത തെളിച്ചു, മരുവിൽ മർത്യർക്ക് മന്ന പൊഴിച്ചു, എരിവെയിലിൽ സ്നേഹത്തണലായി, ഇരുളിൽ സ്നേഹ നാളമായി, സീനായി മാമലമുകളിൽ നീ നീതി പ്രമാണങ്ങൾ പകർന്നേകി. ഈ വചനം ഏതധ്യായം എത്രാം വാക്യം? അച്ഛൻ പറ. ഇതോട്ടെ പറ. കണ്ട, അച്ഛൻ ഉത്തരം മുട്ടി. സാധാരണക്കാരുടെ ബൈബിൾ പരിജ്ഞാനത്തെ പുച്ഛിക്കരുതച്ചോ. അതെ, ഇനിയിപ്പോ തർക്കമില്ല, ബഹളമില്ല, അടിപ്രശ്നം എല്ലാം കഴിഞ്ഞു, എല്ലാം കോംപ്രമൈസ് ആയി. എല്ലാരും പൊയ്ക്കേ, എനിക്കൊരു കുർബാന കൊള്ളപ്പാടുണ്ട്. പൊയ്ക്കോ. എന്താടാ നോക്കുന്നേ? പിടിച്ചില്ലേ? എടാ, എന്നാലും അച്ഛനെ വരെ ഉത്തരം മുട്ടിച്ച ആ വചനം ഏത് അധ്യായത്തിലെടാ? എനിക്കറിയാം. സോങ് ഓഫ് സോളമൻ അല്ലേ? അത് സോങ് ഓഫ് സോളമൻ അല്ല, സോങ് ഓഫ് മാർക്കോസ്. മാർക്കോസിന്റെ ഭക്തിഗാന ആൽബത്തിലേടാ, കേട്ടിട്ടില്ലേ? ചെങ്കടലിൽ നീ അന്നു പാത തെളിച്ചു, മരുവിൽ മർത്യർക്കു മന്ന പൊഴിച്ചു. ദൈവം ഇപ്പൊ ആ ബൈബിൾ അരിച്ച് പൊറുക്കുന്നുണ്ടോ? എടാ ചക്ര, വണ്ടി എടുക്കടാ. ഒരു കിണ്ണ സാധനല്ലേ? എന്ത് ലുക്കാ കാണുന്നത്? എന്താ ഒരു കിടപ്പ്? അത് വണ്ടിയല്ലടാ. വണ്ടി തന്നെ, നല്ല കളറല്ലേ? വണ്ടിപ്രാന്തൻ, വെറുതെ മനുഷ്യനെ കൊതിപ്പിച്ചവൻ. വണ്ടി എടുക്കടാ. സിഗ്മ മൈലേ. നമ്മള് കറക്റ്റ് സമയത്ത് വന്നത് നന്നായി, ഇല്ലെങ്കിൽ ഇവൻ ആ വണ്ടിയെ പേടിപ്പിച്ചാനാ. ഭ്രാന്തൻ. എന്തോറ്റി അന്റെ പേട്ട മുള്ളാൻ നിർത്തിയാണോ? എന്നാ പിന്നെ എല്ലാവർക്കും മുള്ളിക്കളയാം. എന്റെ ഡാഡിക്ക് അടിച്ച് ട്രിപ്പായി നടക്കാൻ പാടില്ല. ഇവന് ഷഡ്ഡി ഇട്ട് നടു റോട്ടിൽ നിൽക്കാം. കല്ല് കൊല്ല്. ഓ, അതിലും തോൽവിയാണല്ലോ. ഇങ്ങോട്ട് മാറ്. അവന്റെ ബെല്ലൈക്കൺ അടിച്ച് പൊട്ടിക്കടാ. ഷട്ടി ഇല്ലാതെ ഇവിടെ നിന്നാ മതി. വലിച്ചു കീറി മറച്ചിട്ടല്ലോ.